നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് MP രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലായിരുന്നു തീരുമാനം. 3-ാം തവണയാണ് ഗാന്ധി കുടുംബത്തിന് ഈ പദവി ലഭിക്കുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവാണ് സോണിയാഗാന്ധി. 1999 ഒക്ടോബർ 13 മുതൽ 2004 ഫെബ്രുവരി 6 വരെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. ഇതുകൂടാതെ 1989 ഡിസംബർ 18 മുതൽ 1990 ഡിസംബർ 24 വരെ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു. 10 വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. കാരണം 2014-ലും 2019-ലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ മതിയായ MP-മാരില്ലായിരുന്നു. കാരണം ഒരു പാർട്ടിക്ക് മൊത്തം MP-മാരുടെ 10% ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം. 99 MP-മാരുള്ള കോൺഗ്രസിനാണ് ഇത്തവണ ഈ സ്ഥാനം ലഭിച്ചത്. അതേസമയം പ്രതിപക്ഷ നേതാവിൻ്റെ അധികാരങ്ങൾ അറിയാം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതോടെ CBI ഡയറക്ടർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, ലോകായുക്ത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഭാഗമാകും രാഹുൽ ഗാന്ധി. കൂടാതെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നു. ഈ നിയമനങ്ങളിലെല്ലാം പ്രധാനമന്ത്രി മോദി ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അതേ മേശയിൽ രാഹുൽ ഗാന്ധി ഇരിക്കും. ഈ തീരുമാനങ്ങളിൽ പ്രധാനമന്ത്രി ആദ്യമായി രാഹുൽ ഗാന്ധിയുടെ സമ്മതം വാങ്ങേണ്ടി വരും. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് സാമ്പത്തിക തീരുമാനങ്ങൾ പരിശോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യാനും സർക്കാർ തീരുമാനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും സാധിക്കും. സർക്കാരിൻ്റെ എല്ലാ ചെലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനായി രാഹുൽ ഗാന്ധിയും മാറും. കൂടാതെ അവ അവലോകനം ചെയ്ത ശേഷം അദ്ദേഹത്തിന് അഭിപ്രായം രേഖപ്പെടുത്താനുമാവും. 1997 പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളുടെ നിയമമനുസരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശങ്ങളും സൗകര്യങ്ങളും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണ്. ഇനി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയെപ്പോലെ സർക്കാർ സെക്രട്ടേറിയറ്റിൽ ഓഫീസ് ലഭിക്കും. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ റാങ്ക് അനുസരിച്ച് ഉയർന്ന സുരക്ഷ ലഭിക്കും. കൂടാതെ പ്രതിമാസ ശമ്പളത്തിനും മറ്റ് അലവൻസുകൾക്കുമായി 3,30,000 രൂപ ലഭിക്കും. ഇത് MP-യുടെ ശമ്പളത്തേക്കാൾ വളരെ കൂടുതലാണ്. ശമ്പളവും മറ്റ് അലവൻസുകളും ഉൾപ്പെടെ ഏകദേശം 2.25 ലക്ഷം രൂപയാണ് ഒരു MP-ക്ക് എല്ലാ മാസവും ലഭിക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ലഭിക്കുന്ന സർക്കാർ ബംഗ്ലാവ് രാഹുൽ ഗാന്ധിക്കും ലഭിക്കും. കൂടാതെ സൗജന്യ വിമാനയാത്ര, റെയിൽ യാത്ര, സർക്കാർ വാഹനങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവയും ലഭിക്കും. ഏറ്റവും വലിയ കാര്യം രാഹുൽ ഗാന്ധി പ്രധാന കമ്മിറ്റികളിൽ പ്രതിപക്ഷ നേതാവാകും എന്നതാണ്. പാർലമെന്റിനെ സർക്കാരിൽ ഉൾപ്പെടുത്തുകയും സർക്കാരിൻ്റെ പ്രവർത്തനം തുടർച്ചയായി അവലോകനം ചെയ്യാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യും.